ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അയ്യോ ബ്ലോഗിലേക്ക് സ്വാഗതം. എന്തേ ഇൻട്രോ കണ്ട് നെറ്റ് പോയാ? ചാനലൊന്നും മാറില്ല കേട്ടോ, ഇത് അയ്യോ ബ്ലോഗ് തന്നെയാണ്. അപ്പം കണ്ടില്ലേ എവിടെയുള്ളതെന്ന്? നമ്മൾ ഈ ബുൾജറ്റിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഇവിടെ ഈ ബുൾജറ്റിൻ്റെ വീട്ടിലേക്ക് വരാനുള്ള വഴി കാണിച്ചു തന്നത് നമ്മളെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് ഇവിടെ. അവിടുത്തെ ഒരു സിസ്റ്ററാണ്, ജെസ്സി എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ് എനിക്ക് വഴി കാണിച്ചു തന്നത്. അത് ഞാൻ വന്ന വഴി തെറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോട്ടെട്ടോ. ഇത് നമ്മളെ സുഹൃത്ത് ലിബിൻ. അപ്പോൾ ഞാനിപ്പുറത്തെ വേലിക്കത്തെ ആയിപ്പോയി, എങ്ങനെ അപ്പുറം കിട്ടാന്ന് നോക്കട്ടെ. നമ്മളെ ജിക്സർ മുത്ത് അതിൻ്റെ അപ്പുറം ആരാളെ ഈ ബുൾജറ്റ്. എൻ്റെ പൊന്നെ എന്താണ് കാണുന്നത് അല്ലേ? അപ്പോൾ ഈ ബുൾജറ്റ് ബച്ചാമാരെ വീട് ചെയ്താട്ടാ ഉണ്ടോ? കയറി നോക്കാം. എൻ്റെ അത് എന്താ പറയാ, ഇത് മീഡിയ മോഡ് എന്ന് പറയും. മീഡിയ മോഡ് എന്ന് പറയും. അത് സെയിം അതിൽ തന്നെ മൈക്ക് വരുന്നുണ്ട്. അതെ, അപ്പോൾ കുറച്ചും കൂടി വോയിസ് ക്ലാരിറ്റി കിട്ടും. ചാർജ് 1 മണിക്കൂർ, അതിൻ്റെ മേലെ നോക്കണ്ട. ചങ്ങനെ കണ്ട് ഫുൾ ഹാപ്പിയാ. ഹലോ 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 ഹലോ. കേക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. എല്ലാരും പാസ്വേഡ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം. ഫോൺ എടുക്കണം, കാറ്റടാ. മനസ്സ് കാണിക്കൂ പേര് പറ. അയ്യോ അയ്യോ ബ്ലോഗ്സ്, AYY. അതെ, എങ്ങനെയുണ്ട് പേര്? അതെ അതെ, വെറും ഒരു 1K കഴിക്കാനല്ല എൻ്റെ ചാനലിൽ ചെറിയൊരു ഗിവ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നല്ലോണം കമന്റ് ചെയ്യുന്നതൊക്കെ കമന്റ് പോയി ചെയ്തോ? ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നിന്റെ ഒന്നും ചെയ്യട്ടെ. ഇപ്പൊ ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ ഫുൾ ബ്ലോഗന്മാർ കേട്ടോ. ചങ്ങായി നല്ല എനർജിറ്റിക് ആണ് കേട്ടോ. എന്താ NRK ബ്ലോഗ്. മാളു ഡ്രീം. ചങ്ങായി കൂടാട്ടാ. അച്ഛൻ ചായ വെള്ളം കൊണ്ടു തന്നിട്ടുണ്ട്. ഉറക്കത്തിൽ പറയണോ, സ്ട്രോങ് പറ കേട്ടോളൂ. നിങ്ങളല്ലേ എനർജി അല്ലേ, നമ്മള് എനർജി വെച്ചോണ്ടിരുന്നല്ലോ. ഏട്ടാ നമ്മള് ഈ സുഹൃത്തിന് ഒരു സാധനം കൊണ്ടായിട്ടുണ്ട് കേട്ടാ. നിനക്ക് ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ കഴിക്കോ? കൊടുക്കാം നമുക്ക്. ഉണ്ട്. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ അല്ലേ? അതിന് ചിക്കൻ കാല് കൊടുക്കാം അല്ലേ? അമ്മ എന്തിനാ എന്നെ വിളിക്കണേ? അല്ലെന്ന് ഞാനാന്ന്, എന്നെ എന്തിനാ വിളിക്കണേ?
ശരി ഇതാ അതും ചിക്കൻ തന്നെ വേറെ ഒരാളുണ്ടാ അത് ശരി തിന്നു കാണിക്കണം അല്ലേ എന്നാലേ പറ്റും പേരാവൂര് പേരാവൂര് നിങ്ങൾ എന്നെ പേരാവൂരാ പേരട്ടേല് നീ മാത്രം പേരാവൂര് ഒറ്റയ്ക്കാണ് വന്നേ ഇരിക്കും മക്കളെ സത്യം പറഞ്ഞ് അവിടെ ഇരുന്നോളാം ഞാൻ പേരട്ടയിൽ നിങ്ങൾ ആദ്യമായിട്ട് വന്നോളാം പേരട്ട എവിടെ വീട് ടൗണിലൂടെ ആ വല്ല കുട്ടികളൊക്കെയാണോ വിളിക്കുന്നത് എന്റെ അടുത്ത് 10ാം ക്ലാസ്സിൽ പഠിച്ചല്ലേ പോയി ചറവറ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ തോന്നുന്നില്ല. സംഭവിച്ചാൽ ഇവരെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ തോന്നുന്ന അടിപൊളി കേട്ടോ. സ്വഭാവം സൂപ്പർ, എല്ലാം മൊത്തത്തിൽ അടിപൊളി. രണ്ടാളും സൂപ്പറാണ്. ഞാനേ ഇവരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ എഴുതിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ റിപ്ലൈ എന്താന്ന് നോക്കാം അല്ലേ. എന്നെങ്ങോട്ടാ പോകാം? നോർത്ത് ഈസ്റ്റ്. പിന്നെ നിങ്ങൾ എത്ര യൂട്യൂബേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? ഞാനോ? ഞാൻ എല്ലാവരും ബ്ലോഗ് കാണാറുണ്ട്. എനിക്ക് ആദ്യം മുതലുള്ളൊരു മെയിൽ ഐ ഡി ഉണ്ട്. ആ മെയിൽ ഐ ഡി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇതെവിടെ എഴുതി വെച്ചോക്കുവാ? ഇഷ്ടമുള്ള യൂട്യൂബർ ആരാ? നീ അങ്ങനെ ചോദിക്കാൻ ഇവിടെ വന്നിരിക്കും. ഇഷ്ടമുള്ള യൂട്യൂബർ ആരാണ്? എബിനും. ഓക്കെ. പിന്നെ ഇഷ്ടമുള്ള ഫിലിം ആക്ടർ? തിലകൻ. നടിമാരോട് നമുക്ക് താല്പര്യം. എന്നാലും നീ ഒന്ന് കൊള്ളകട പോയി. അങ്ങനെ നടിമാരല്ല. തിലകൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിലകൻ, അതുപോലെ ഇന്നസെന്റ്. അതുകൊണ്ടല്ല നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയില്. തിലകനെ പോലെയുള്ള നടനും ജീവിതത്തിനും എല്ലാരും ഇഷ്ടമാണ്. അതിന്റെ കൂടെ തിലകനെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ തിലകൻ, ഇന്നസെന്റ്, അങ്ങനെയുള്ളവർക്ക്. പിന്നെ ഭാവി പരിപാടി എന്താ? കല്യാണം, കാര്യങ്ങള്? എന്റെ കൂട്ടുകാർ ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. എല്ലാവർക്കും ഇത് തന്നെ ചോദിക്കണം. അതായത് നമ്മുടെ ഫീൽഡില്, അതായത് നമ്മൾ ഈ വാൻ ലൈഫോട്ട് നമുക്കൊന്നും പറ്റിയ പരിപാടി അല്ലായിരുന്നു കല്യാണം. നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ എന്തോരം പേര് യാത്ര കിട്ടുമെന്ന് അറിയാം. അവർക്ക് മാരീഡ് ആണ്. അവർക്കൊക്കെ ഒരു അരമണിക്കൂർ 3 ഫോൺ കോളെങ്കിലും വരും. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ മൈൻഡ് ഔട്ടാവും. വീഡിയോ ചെയ്യാൻ പറ്റൂല. നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ഫ്രീ മൈൻഡ് ആയിരിക്കും. വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ നമ്മൾ എടുക്കാറില്ല. അങ്ങനെയല്ല, നമുക്കൊരു ലക്ഷ്യം ഉണ്ടല്ലോ. ആ ലക്ഷ്യം പൂർത്തിയാക്കുന്ന പറ്റിയൊരു പെണ്ണ് അല്ലേ നമ്മളെ ഇഷ്ടപ്പെടുന്ന. പറയാൻ പറ്റില്ല, കിട്ടിയ കൂട്ടിയില്ല ചട്ടി. അപ്പനാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടുന്ന ആളെ മാത്രമേ. വേറെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കിട്ടുന്നില്ല. അതെന്നാ റീസൺ? ഞങ്ങൾക്ക് 10-15 നമ്പറോളം അതിൽ എന്നെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാട്സപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന അത്ര കൂടുതൽ മെസ്സേജ് വരും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നോ? അത് തന്നെയാണ് കാരണം. നിങ്ങളും കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയോ? നിങ്ങൾക്ക് ഇതേപോലെ ഇതൊക്കെ നമ്മളിപ്പോൾ എല്ലാത്തിനും കമന്റ് ചെയ്യുന്ന ആരെല്ലാം കമന്റ് തരുന്നോ അതിനെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മളിപ്പോൾ എല്ലാവർക്കും നല്ല കമന്റിനൊക്കെ ലൈക്കും ആ ഹൃദയത്തിന്റെ സംഭവം കൊടുത്തു കഴിയുമ്പോൾ മോശം കമന്റും താഴെ വന്ന് നടക്കും. അപ്പോൾ എന്തായി? അതിന് മാത്രം കൊടുക്കാതെ ബാക്കി ഒന്നിനും കൊടുക്കുക. അങ്ങനെ ഒരു സെറ്റപ്പായി. അതൊന്നും കൊടുക്കാതിരിക്കാൻ കുഴപ്പമില്ല. പക്ഷെ എല്ലാ കമന്റും വായിക്കൂട്ടോ. നമ്മൾ കമന്റ് വായിച്ചാലേ നാളെ വീഡിയോ ഉള്ളൊരു ഊർജ്ജം കിട്ടത്തുള്ളൂ. ഒരു പ്രശ്നമില്ല. മറ്റേ ചെറിയ കുട്ടിയോ നെപ്പോളിയനോ ആദ്യത്തിന് അതും അവിടെ തന്നെയാണ്. അവിടെ തന്നെ നമ്മളിവിടെ വണ്ടി ഒക്കെ സൗകര്യമില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകും. അല്ല ഞാൻ അങ്ങോട്ട് പോകണല്ലോ, രാത്രിയും വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇന്റർവ്യൂ ആണോ? എന്റെ പൊന്നും കൂട്ടുകാരെ, എന്നെ കൊല്ലല്ലേ, ഞാൻ ചത്തിരിക്കുവാ. അടുത്തടോ ഒരുമിച്ച്
സോണി വോട്ടെടുപ്പിന് എന്നിട്ട് ആകെ 14 വോട്ട് കിട്ടുള്ളൂ. കൂടുതലുള്ളവർ പറ്റിച്ചെന്ന് അതും പറഞ്ഞ ആളിപ്പോ. ഓ ഞാൻ ലൊക്കേഷൻ ഇട്ട് ആ കുരിശാല് ഇതിപ്പോ ക്യാൻസൽ ആവുന്നില്ലോ. എന്നാ നെപ്പോളിയൻ സാറിന്റെ വീട്ടിലാ. എല്ലാവർക്കും മുട്ടായി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. നമസ്കാരം. അപ്പളേ നമ്മള് ഈ ബുൾജെറ്റിന്റെ വീട്ടിൽ വന്നപ്പോ നമ്മള് കുട്ടി ബ്ലോഗറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ കുട്ടി സിനാൻ സിനാൻ ടോപ്പ് മലയാളം ട്രാവലർ യൂട്യൂബ് ചാനലിന്റെ പേര്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓ എല്ലാരും സപ്പോർട്ട് ചെയ്യണ്ട. നമുക്ക് കുറച്ച് എന്നെയും കൂടെ അപ്പൊ ആൽവിൻ ടെക് ബ്ലോഗ്സ് യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്യുക, കിട്ടും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നീ ആരെങ്കിലും വീട്ടിൽ ചേച്ചിന്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതാണ്. പിന്നെ പിന്നെ മല്ലു ട്രാവലറിന്റെ വീട്ടിൽ പോയി. മല്ലുവിന്റെ വീട്ടിൽ പോയിട്ട് എന്നാ അനുഭവം? നല്ല അനുഭവം. അടിപൊളിയാ. ആയോ? എത്ര ദിവസമായി ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞേ? 8 ദിവസം അല്ലേ? എന്റെ പൊന്നേ, ഇന്ന് നല്ല ഉറക്കായിരുന്നു. ഞാനും പുള്ളിയും കൂടെ ഫസ്റ്റ് കയറി വന്നപ്പോ രാവിലെ കയറുമ്പോ നല്ല ഉറക്കം. ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞു. പിന്നെ കയറി കിടന്നു. പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാ പിന്നെ എണീറ്റ. പക്ഷെ ബ്രേക്ക് തൊട്ടാ കുത്തി ഓഫ് ആക്കി. ഇല്ല, ഞാൻ വണ്ടി സ്റ്റാർട്ടാവില്ല. സമയം 11:05. 11 മണിയാകുമ്പോ പോകുന്നത്. നീ എവിടെ നോക്കിയാ സമയം പറഞ്ഞു? അല്ല ഇന്നലെ പറഞ്ഞത് 7 മണിയാകുമ്പോ വന്നോളാനാ. ഞാനും പുള്ളിയും കൂടെ വന്നു. അതെ, പിന്നെ 11 മണി വരെ കാണും. അല്ല പുള്ളിക്ക് ഡൗട്ട് എന്ന് വെച്ചാല് 4 മണിയും പറഞ്ഞു. ഫസ്റ്റ് 4 മണി പറഞ്ഞേ, എന്നിട്ട് 11 മണി അറിയാം. ഒരു പക്ഷെ ഇല്ലെങ്കിലോ. അപ്പൊ സാറ് പറഞ്ഞു വെറുതെ പിള്ളമാരെ പറ്റിക്കണ്ട, വരുന്ന പിള്ളമാരെ പറ്റിക്കണ്ട, കറക്റ്റ് ആയിട്ടുള്ളൊരു സമയം പറയാന്ന് പറഞ്ഞത് 11 മണി വരെ ഉണ്ടാവത്തുള്ളൂ. എന്താ മറ്റേ പോർക്കലുണ്ടാ അടിക്കാൻ? അല്ല വേറെ കൂട്ടുകാരൻ പറഞ്ഞു പോർക്കുണ്ട്, എന്താന്ന് പോർക്കുണ്ട്, മട്ടനുണ്ട് അല്ലേ? ലിവിൻ വർഗീസ് പേരില്ലടാ. 4 ദിവസത്തേന്. അല്ല, ഇനി 3 ദിവസത്തേന് പേര്. 3 ദിവസം വരെ പേരില്ല. അപ്പൊ എന്നാ വിളിക്കണ്ടേ? ഈ ബുൾജെറ്റിനെ കാണാൻ വേണ്ടി പിണറായിന്ന് ആൾക്കാരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ണൂരാ, താജുവ. പേരെന്താ? അമൽ. എന്റെ ഇവര് ഈ ബുൾജെറ്റിന്റെ കട്ട ഫാൻസ് ആണ് കേട്ടോ. ഇവര് ഒന്ന് പറഞ്ഞിട്ടെ. ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി ഇവരെ ബ്ലോഗ് കണ്ടതിന് ശേഷം ചർച്ച ചെയ്യും. എന്നിട്ട് ചിരിച്ച് ചിരിച്ച് അവസാനം ഉറങ്ങാറുള്ളൂ. അച്ഛന് പോകണം കേട്ടോ. പേര് ഇഷാഖ് ദാമോദരൻ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും വീഡിയോ കഴിഞ്ഞ അവിടെ തീർന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ ഇവരെ സ്പെഷ്യലായിട്ട് വരുന്ന സംഭവം ആ ഒരു ചിരിയും അല്ലേ? അല്ലേ അല്ലേ അതല്ലേ സാർ അല്ലേ? അതാണ് ഇന്നസെൻസും ഉണ്ട് അല്ലെ? അതാണ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ. നിന്റെ എത്രയും നിന്റെ ചാനലിന്റെ പേര് പറഞ്ഞേ? ഓ നീ 10 അടിക്കാറായല്ലോ. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ അവരുടെ ഇതെന്ന് വെച്ചാൽ നമ്മളെ സ്വീകരിച്ച് നമ്മളെ കൈ കഴുകും. കിണ്ടിയിൽ വെള്ളം തരും. കൈ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇട്ട് ആദ്യം അതാണ്. അത് നമ്മളെ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളോട് നമുക്ക് അവരോട് സ്നേഹമില്ലെന്നാണ്. പിന്നെ മേഘാലയയില് അവരുടെ നമ്മളെ ഇത് ചെയ്യുന്ന വെച്ചാല് മുറുക്കാനാണ്. മുറുക്കാൻ എന്ന് പറഞ്ഞാൽ പുകലയില്ല, വെറ്റയും അടയ്ക്കായും ചുണ്ണാമ്പ് മാത്രം. അതിങ്ങനെ മടക്കി നമ്മുടെ കയ്യിൽ തരും. നമ്മളത് സ്വീകരിക്കണം. അത് സ്വീകരിക്കുമ്പോൾ അവരുടെ ഒരാളായത്. അങ്ങനെ കൂടെ പോയിട്ട് കുറെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയില്ലേ? നാടൊക്കെ അല്ല, ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. കുഴപ്പമില്ല, നല്ല ഇതാണ്. ഏറ്റവും നല്ല സ്ഥലം മേഘാലയ. പിന്നെ ഭംഗിയാണ് കാണാൻ. എല്ലാ സ്ഥലങ്ങളും അതിൻ്റെതായ ഭംഗി അല്ലേ? നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഈ ബുൾജെറ്റിന്റെ ഫുൾ സപ്പോർട്ടായ സാർ എന്താണ് 2 വാക്ക് പറയാനുള്ളത്?
വളരെ സന്തോഷം എല്ലാവരും ഒന്നിച്ച് കണ്ടത്. അപ്പോൾ അവർ വീണ്ടും യാത്ര എടുക്കാൻ പോവാണ്. നിങ്ങളുടെ എല്ലാ സ്നേഹം കാണുമ്പോൾ നമുക്ക് മനസ്സ് നിറയുകയാണ് തീർച്ചയായിട്ടും. കാരണം എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കരധികം വിലമതിക്കുന്നു. നമ്മളെ ഈ ബുൾജറ്റ് കുട്ടികളെ വളർത്തിയത് എല്ലാ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരുമാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി എടുത്തോട്ട് പോവാണ്. നമ്മളിപ്പോൾ ഇത്ര നേരം എവിടെയായിരുന്നു? വീട്ടിൽ നമ്മൾ നേരെ അങ്ങോട്ട് പോകണു. വണ്ടി എടുക്കാൻ എടുത്തോട്ട് പോരെ. അപ്പൊ നമ്മള് വണ്ടിന്റെ അടുക്ക പോവുകയാണ്. അപ്പൊ വണ്ടിന്റെ അടുക്ക പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. എനിക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് സബ്സ്ക്രൈബർ കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഓൾറെഡി ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കയറും. അതാണ്. അപ്പൊ ഇവിടെ വന്നോണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടി കേട്ടോ. ഇവരും എൻ്റെ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഗൈസ് അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞാൽ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കൊടുത്തിരിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണാതിരിക്കും. ബൈ.